ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും കറിച്ചട്ടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സാധനമാണ്, മുയലാണ്. മുയൽ സാധാരണ നമ്മളെ നാട്ടിലൊന്നും പെട്ടെന്ന് കിട്ടുന്നൊരു സംഭവമല്ല. പക്ഷെ ഇവിടെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കണ്ടപ്പോൾ മേടിച്ചു. നാടൻ സ്റ്റൈലിലാണ് ചെയ്യുന്നത്. ഇത് മുയലില്ലെങ്കിൽ നിങ്ങൾക്ക് കോഴി വെച്ചിട്ടും ആട് വെച്ചിട്ടൊക്കെ ചെയ്യാം. മുയൽ കിട്ടുന്നവർ മുയൽ വെച്ചിട്ട് തന്നെ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വളരെ സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചപ്പാത്തിൻ്റെയും ചോറിൻ്റെ എല്ലാം കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. അപ്പോൾ നമുക്ക് മുയലിനെ എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം. ഒരു 1.5 കിലോ ഉണ്ടായിരുന്നു. ഉമ്മയാണിത് കട്ട് ചെയ്ത് തന്നത്. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചു. ഇതിൻ്റെ എല്ലാ പാർട്ടും ഉണ്ടായിരുന്നു, തലയും ഹാർട്ടും ലിവറൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ. മുറിച്ചെടുത്ത ശേഷം നല്ലോണം വൃത്തിയായി കഴുകിയെടുക്കണം. നല്ല പിങ്ക് കളർ മീറ്റായിരുന്നു. അത് കണ്ടാലും അറിയാം അത് അധികം മൂപ്പില്ലാത്ത മുയലാണെന്ന്. ഇനി നമുക്കിതൊരു ചൂട് കട്ടിയുള്ള പാത്രത്തിലിട്ട് കൊടുക്കണം. നമ്മളൊരു തുള്ളി പോലും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ തന്നെ വേവാവുന്നതേ ഉള്ളൂ. അത്രയും മൂപ്പ് കുറഞ്ഞ മുയലായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ആദ്യം വേണ്ടത് ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചെറിയ ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്. ഇനി മല്ലിപ്പൊടി ഒരു 3 മുതൽ 4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇവിടെ 3 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എരിവിന് ഇത് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. നമ്മളിത് ഇനി 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം. ഇനി ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. നിങ്ങൾക്ക് കൈ വെച്ചിട്ട് നല്ലോണം യോജിപ്പിച്ചെടുക്കാം. മസാലയും ഉപ്പും എല്ലാതും ഇറച്ചിയിൽ നല്ലോണം പിടിപ്പിക്കണം. അതുകൊണ്ട് നല്ലപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ തീ ഓൺ ചെയ്യുക. ഇപ്പോൾ ഇതേ നല്ലോണം മസാല പിടിച്ചിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് നമുക്ക് വേവിക്കാൻ തുടങ്ങാം. ഇടയ്ക്ക് മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. മോൾ ഭാഗത്തുള്ളതെല്ലാം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് നല്ലോണം വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു പകുതി വേവെല്ലാം ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടച്ചു വെച്ചിട്ട് വീണ്ടും വേവിക്കണം. മുയലിൻ്റെ മൂപ്പിനനുസരിച്ചായിരിക്കും അതിൻ്റെ കുക്കിംഗ് ടൈം. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്യണം ഇടയ്ക്ക്. ഇപ്പോൾ ഇതേ വെള്ളമെല്ലാം വറ്റി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലും ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ മുയൽ പെരളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പത്തിരിൻ്റെ കൂടെ ഞാൻ സെർവ് ചെയ്തിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.